Morning, girls. Next, we can see what are the elements of a contract. അതായത് എപ്പോഴും എസ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ എ കോൺട്രാക്റ്റ് ആൻഡ് വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ്. ശരിക്കും പഠിച്ച് വെക്കണം. നോക്കാം നമുക്ക്. സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ടിലാണ് ഏതൊക്കെയാണ് വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് എന്നുള്ളത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ 10, all agreements are contracts if they are made by free consent of the parties competent to contract for a lawful consideration and with a lawful object and are not hereby expressly declared to be void. അപ്പം ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അത് എന്തൊക്കെ ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കുക. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്സ് ഇഫ് ദി ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റായിട്ട് കണക്കാക്കുന്നത് എപ്പോഴാണ്? ഇഫ് ദി ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്. അതായത് അത് ഉണ്ടാക്കുന്ന രണ്ട് പാർട്ടീസും എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി, അതായത് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ആവരുത് എന്ന്. ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഈ പാർട്ടീസ് എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത്? കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് എന്ന് പറയുന്നത് ദേ ആർ കേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട്. അതായത് കേപ്പബിൾ ഓഫ് എൻട്രിങ് എന്ന് പറയുന്നത് 3 കൂട്ടരെയാണ് ലോ വിലക്കിയിട്ടുള്ളത്. ആരൊക്കെയാണെന്നറിയോ? മൈനേഴ്സിന് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല മൈനേഴ്സായിട്ട്. അതേപോലെ അൺസൗണ്ട് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ഈ അൺസൗണ്ട് പേഴ്സൺസ് എന്ന് പറയുന്നത് ഈ ഡ്രങ്കൺ, ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, അവരെയൊക്കെയാണ് നമ്മൾ അൺസൗണ്ട് പേഴ്സൺസ് എന്ന് പറയുക. അവരുമായിട്ടുള്ള കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. അതേപോലെ ദർ ആർ സം പേഴ്സൺസ് ഹു ആർ ഡിസ്ക്വാളിഫൈഡ് ബൈ ദ ലോ ഇൻ ഫോഴ്സ് ഇൻ കൺട്രി. അതായത് ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നതിന് ആ രാജ്യത്തിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം ചില ആളുകളെ വിലക്കിയിട്ടുണ്ട്. അവരായിട്ടൊന്നും എന്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുകളായിട്ടൊന്നും കോൺട്രാക്റ്റ് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ദ കേപ്പബിലിറ്റി ടു എൻട്രി ഇൻ ടു എ കോൺട്രാക്റ്റ്. അതാണ് കോമ്പിറ്റൻസി പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലുള്ള പാർട്ടീസ് എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത്? ദേ ഷുഡ് ബി കോമ്പിറ്റൻറ്റ് ടു എൻട്രി ഇൻ ടു എ കോൺട്രാക്റ്റ്. അപ്പം മൈനർ ആവാൻ പാടില്ല, അൺസൗണ്ട് പേഴ്സൺസ് ആവാൻ പാടില്ല, അതേപോലെ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഇൻ ഫോഴ്സ് ഇൻ കൺട്രി. ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു നിയമപ്രകാരം അവിടെ ഈ ആളുകളെ വിലക്കിയിട്ടുള്ള ആളുകളുണ്ടാവും. കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾ ആവാൻ പാടില്ല. ഓക്കെ. അപ്പം ആർക്കൊക്കെ ആവാം? ഹു ആർ കേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ഒന്ന് മൈനേഴ്സ് അല്ല. മൈനർ എന്ന് പറയുന്നത് 18 വയസ്സ് തികയാത്ത ആളുകളെയാണ്. അപ്പം മേജറായിട്ടുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റിൽ വരാം. അതേപോലെ സൗണ്ട് പേഴ്സൺസ്, ഈ പറഞ്ഞിരിക്കുന്ന അൺസൗണ്ടിൽ വരുന്നത് ആരൊക്കെയാണ്? ഡ്രങ്കൺ, ഇഡിയറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇവരല്ലാത്തവർക്കൊക്കെ വരാം. അതേപോലെ നിയമം വിലക്കാത്ത ബാക്കി എല്ലാവർക്കും വരാം. അപ്പോൾ ഈ കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ. അതായത് ഒരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഇൻ എ കോൺട്രാക്ട്. എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഇഫ് എ അഗ്രീസ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി ഫോർ ₹5 lakh, എ എന്താ അവിടെ കൊടുക്കുന്നത്? ഹൗസ് കൊടുക്കുന്നു ബിക്ക്. ബി തിരിച്ചിട്ട് എന്ത് കൊടുക്കുന്നു? 5 ലക്ഷം. ഇതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു ലോഫുൾ കൺസിഡറേഷൻ വേണം. ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്? ലോഫുൾ ആയിരിക്കണം. ലോഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് എങ്ങനെയാവാൻ പാടില്ല? ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ഓർ ഇംഓറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അതായത് വെൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദി കോൺട്രാക്റ്റ് ഇസ് നോട്ട് ലോഫുൾ,
ആ കോൺട്രാക്റ്റ് എന്തായിട്ടാണ് കണക്കാക്കുക? ദാറ്റ് കോൺട്രാക്റ്റ് ഇസ് വോയിഡ്. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. എ പ്രോമിസസ് ടു പേ ₹5 lakh ടു ബി ഫോർ മേർഡറിങ് സി. ഇവിടെ ശ്രദ്ധിക്കണം, എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് എങ്ങനെയാണെന്നറിയോ? സീനെ കൊന്നിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ തരാമെന്നാണ് പറയുന്നത്. ഈ സീനെ കൊല്ലലൊരു ലീഗൽ ഒബ്ജക്റ്റ് ആണോ? അല്ല. സോ ഇറ്റ് ഈസ് ഇല്ലീഗൽ. മനസ്സിലായോ? അപ്പോൾ ഈ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ലോഫുൾ ആയിരിക്കണം. ആൻഡ് ആർ നോട്ട് ഹിയർ ബൈ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. അതെന്താവാൻ പാടില്ല? കോൺട്രാക്റ്റ് കഴിയുന്നത് വരെ എന്താക്കിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. വോയിഡ് ആവാൻ അങ്ങനെ എന്താ പറയുക, വോയിഡ് ആയിത്തീരാൻ സാധ്യത ഉള്ളതാവുകയും ചെയ്യരുത്. അപ്പോൾ ആ ഡെഫിനേഷൻ ഞാൻ ഒന്നും കൂടെ പറയുന്നത് സെക്ഷൻ 10 പറയുന്ന എന്തൊക്കെയായിരിക്കണം എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്സ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് competent to contract for a lawful consideration and with a lawful object and are not hereby expressly declared to be void. നമുക്ക് നോക്കാം, ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഒറ്റയടിക്ക് ഡെഫിനേഷനിൽ പറഞ്ഞേ ഉള്ളൂ, 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എഗ്രിമെൻറ്റ്. അതായത് ഒരു കോൺട്രാക്റ്റ് വേണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? ദർ മസ്റ്റ് ബി an agreement between the parties. ഓക്കെ, ഈ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇൻവോൾവ്സ് എ വാലിഡ് ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് എ വാലിഡ് ആക്സെപ്റ്റൻസ് ബൈ ദി അതർ പാർട്ടി. സോ എഗ്രിമെൻറ്റ് ഇസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. അത് ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആക്കാം. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എ എഗ്രീസ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി ഫോർ ₹5 lakh ആണെങ്കിൽ ഇവിടെ എ കൊടുക്കുന്നത് എന്താണ്? ഒരു ഓഫറാണ്, അയാളെ വീട് വിൽക്കാമെന്ന് പറഞ്ഞിട്ടുള്ള. ബി ഈസ് ആക്സെപ്റ്റിംഗ് ദാറ്റ് ഓഫർ. ഓക്കെ, സോ ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. ഓക്കെ, സോ എ ലോഫുൾ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ ആൻഡ് എ ലോഫുൾ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് എൻ എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ദാറ്റ് കോൺട്രാക്റ്റ് റിക്വയേഴ്സ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന ഫസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ ഏറ്റവും എസെൻഷ്യൽ എലമെൻ്റ് എന്താണ് ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ളത്? എന്താണ്? എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്.